ശ്രീ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ഫാദറിന് എന്ത് തോന്നുന്നു? ഈ ഭരണപക്ഷത്ത് തർക്കങ്ങളുണ്ടാകുക സ്വാഭാവികമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒക്കെ വലിയ തർക്കം ഉണ്ടാവും. അത് പരിഹരിച്ച് അവർ ഭരണവും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം നയപ്രഖ്യാപന പ്രസംഗം അടക്കം കഴിഞ്ഞിട്ടും പ്രതിപക്ഷത്ത് ഒരു ഉപനേതാവിനെ തീരുമാനിക്കാൻ CPM നും CPI ക്കും കഴിയുന്നില്ല. നിയമസഭാ കക്ഷി യോഗം പോലും ഇതുവരെ ഇടതുമുന്നണിയുടെ ചേരാൻ കഴിയുന്നില്ല. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? ഗുഡ് ഈവനിങ്. ഈ തർക്കമൊക്കെ പറഞ്ഞു തീർക്കേണ്ടതല്ലേ? ഇത്രയൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സമയമെടുത്തപ്പോൾ വലിയ വിമർശനമായിരുന്നു. ഇപ്പോൾ ഈ ഉപനേതാവിനെ CPI ഒരു ഘടകകക്ഷിയല്ലേ, അവർക്കൊന്ന് പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? അതെ അല്ലേ? അത് ഉടനെ പറഞ്ഞു തീർക്കണം. നേരത്തെ മുൻകാലങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷ ഉപനേതൃ പദവി CPM നായിരുന്നു. അത് കോടിയേരിയൊക്കെ പ്രതിപക്ഷ ഉപനേതാവായിട്ടിരുന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പദവി ഇല്ല, നിയമസഭാ ചട്ടത്തിൽ എവിടെയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. കീഴ്വഴക്കം തുടരട്ടെ. കീഴ്വഴക്കം തുടരുന്നത് തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ തുടരാം. അതിന്റെ CPIക്ക് ആ ഒരു സ്ഥാനം കൊടുക്കട്ടെ. അങ്ങനെയല്ലേ പ്രശ്നം തീർക്കേണ്ടത്. പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുകയല്ലല്ലോ വേണ്ടത്. കഴിയുന്നതൊക്കെ തീർത്ത് ജനസേവനത്തിന് ഇറങ്ങട്ടവരൊക്കെ, നേതാവായ ഉപനേതാവ് എല്ലാം ജനസേവനത്തിന് ഇറങ്ങട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഫാദർ സാമുവൽ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെ LDFന്റെ ഒരു നിയമസഭാ കക്ഷി യോഗം പോലും ചേർന്നിട്ടില്ല. ചേരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലി CPM ഉം CPI യും തമ്മിലുള്ള തർക്കമാണ്. അത് പരിഹരിക്കാനും അവർക്ക് കഴിയുന്നില്ല. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഇടതുപക്ഷക്കാർ മനസ്സിലാക്കുന്നില്ല ഇവരെ അവസ്ഥ. എനിക്ക് തോന്നുന്നു വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്കാണ്. ഇപ്പോ ബംഗാളിലും ത്രിപുരയിലെയും പോലെ ഇതോട് കൂടിയിട്ട് ഇത് തീർന്നുപോകാൻ തോന്നുന്നുണ്ട്. കാര്യം ഇവര് ഇനിയും തന്നെ കാര്യം മനസ്സിലാക്കുന്നില്ല. ഇവര് വിചാരിക്കുന്ന 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. കാരണം ഘടകകക്ഷികളൊക്കെ ഇവിടെ വിട്ടുപോകാൻ നോക്കുക. ഇപ്പൊ ജോസ് കെ മാണി 7 സീറ്റ് BJPയിലേക്ക് എന്തെങ്കിലും ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാല് ഇപ്പത്തെ രാജ്യസഭ MP ഉള്ളതുകൊണ്ടായി ഞാൻ നിൽക്കുന്ന ജോസ് കെ മാണി പോകാൻ തയ്യാറായി നിൽക്കുക. ഇപ്പോ CPI സംബന്ധിച്ച് പറഞ്ഞാല് 8 സീറ്റാവുള്ളേ. 2 അക്കം കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ 2 അക്കം തകയിലാണ്. ഘടകകക്ഷി ആകെയുള്ള ഈ ശ്രീകുമാറിന്റെ ഒരു പാർട്ടിക്കാരന് ഒരു MLA ഉള്ളത്. അപ്പൊ ഇനിയെങ്കിലും ഇവരെ കുറേയേറെ തിരുത്തിയിട്ടില്ല. ഇവര് പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ നിർത്തി തന്നെ ഇടതുപക്ഷത്തിന് വെച്ച് ഏറ്റവും വലിയ തെറ്റല്ലേ? CPIക്ക് എതിർപ്പുണ്ട്, പക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇനിയെങ്കിലും ഈ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാല് അയാൾ മനസ്സോട് കൂടിയിട്ട് അയാൾ മാറി നിൽക്കേണ്ടായിരുന്നു. കാര്യം അനക്കെ ഞാൻ കാരണമാണല്ലോ ഇത്തിരി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കാമെന്ന് വിചാരിക്കേണ്ടായിരുന്നു. പക്ഷെ അയാൾ വിചാരിക്കുന്നില്ല. ഈ പിന്നെ സെക്രട്ടറി ബേബിയൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പാണ്. പിണറായി വിജയൻ പറഞ്ഞതനുസരിച്ചിട്ട് ആടെ ഒപ്പിടുക ഇവിടെ ഒപ്പിടുക എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനിയങ്ങ് മനസ്സിലാക്കേണ്ടത് CPMന്റെ അണികൾ പറയുന്നത്, നിങ്ങൾ ഇനിയങ്ങ് ഈ കുഞ്ഞേശ്വരം പറഞ്ഞ പോലെ നേതൃത്വത്തെ തിരുത്താൻ അണികൾ തയ്യാറാകണം. അല്ലാതെ ഈ പാർട്ടി അനക്ക് വളരെയേറെ സങ്കടമുണ്ട്. ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? കിരൺ ബാബു, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനിയെങ്കിലും ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ പ്രശ്നങ്ങളെല്ലാം ഇനിയും വിട്ടുവീഴ്ച തയ്യാറാണ് എല്ലാ കാര്യത്തിലും. നന്നായിട്ട് വരട്ടെ. വേറെ നമുക്ക് പറയാൻ പറ്റും. ഒരു സങ്കടം ഒരു കാര്യം കാണുമ്പോൾ കിരൺ ബാബു. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസൻ. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ പാർട്ടി പ്രതിപക്ഷ ഉപനേതൃ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPMന്റെ മുതിർന്ന നേതാവ് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവാകുന്നത്. ഇത്തവണ താങ്കളുടെ പാർട്ടി എന്തായാലും അത് CPI വേണം എന്നുള്ള ഒരു വാശിയിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും തർക്കം CPM ഉം CPI യും തമ്മിൽ ഇതുവരെ പരിഹരിക്കാൻ കഴിയുന്നില്ല. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ CPI എടുത്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ക്രെഡിബിലിറ്റിയോടെ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണ്. PM ശ്രീ പദ്ധതിയിലടക്കം CPMന്റെ പല ജീർണിച്ച കാര്യങ്ങളും വെച്ച് അവർ വലതുപക്ഷ ചിന്താഗതിയിലേക്ക് മാറുന്നു. PM ശ്രീ പദ്ധതി അടക്കം അറിയാമല്ലോ. CPI ശക്തമായിട്ട് നിന്നു. PM ശ്രീയില് നമുക്ക് കൃത്യമായിട്ടുള്ള ഇടതു സ്വഭാവത്തിൽ ഈ പ്രസ്ഥാനത്തെ നിർത്തിയിരിക്കാൻ പറ്റിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് CPMന്റെ പ്രശ്നം? പിണറായി വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം, അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ചികിത്സയ്ക്കോ മറ്റോ പോകുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവിന് അവിടെ റോളുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, വയനാട്ടിൽ നടന്ന പ്രശ്നം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയോടൊപ്പം കിടപിടിക്കുന്ന ഒരു നേതാവായി ശ്രീ രാജൻ മാറി.
അവിടെ ഹൃദയത്തുടുപ്പുള്ള നമ്മുടെ പഴയകാല നേതാക്കന്മാരെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ വാദോരാതെ പറയാറുണ്ടല്ലോ. ആദർശമുള്ള നേതാക്കൾ, ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള നേതാവ്. ആ കാറ്റഗറിയിൽ ഇന്ന് ഇടതുപക്ഷത്തിൽ നമ്പർ 1 ആണ് കെ രാജൻ. അദ്ദേഹത്തിന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയേക്കാൾ ഉപരി ജനഹൃദയങ്ങളിൽ വയനാട്ടിൽ ആ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. CPM പഴയ വലിയേട്ടൻ മനോഭാവവുമായിട്ട് മുന്നോട്ട് പോയാൽ ബംഗാളിലെ കണക്ക് ഇടതുപക്ഷം കേരളത്തിൽ ഉപ്പുവെച്ച കലം പോലാകും. CPM-ൽ നന്മ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ CPI-യെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഘടകകക്ഷിയുടെ ചെറുത് ജോസ് കെ മണി എവിടെ പോയിട്ടാ? അതൊന്നും ഇടതുപക്ഷമല്ലല്ലോ. അതൊക്കെ കാര്യസാധിക്കാൻ വേണ്ടി ഇപ്പൊ പല പാർട്ടികളും ഉണ്ടല്ലോ. പക്ഷെ ഒരു പാർട്ടി കൂടെ നിൽക്കാൻ ഒരു ജില്ലയിൽ ഒരാൾ പോലും കാണത്തില്ല. അതൊന്നും ഒരു വിഷയമൊന്നുമില്ല. ഇവിടെ ഇടതുപക്ഷത്തിൽ CPI-യും CPM-ഉം മാത്രമായാലും മതി. പക്ഷെ ഈ CPI-യെ അവഗണിച്ചാൽ അത് വലിയ നഷ്ടം ഭാവിയിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പഴയ വലിയേട്ടൻ ഭാവം CPM മാറ്റണം, അടിമുടി മാറ്റണമെന്നും പറഞ്ഞ് അവർ മാറ്റാനൊക്കെ തയ്യാറായല്ലോ. അവിടെ നമ്മുടെ പയ്യന്നൂർ മത്സരിച്ച് ജയിച്ച് വിമത MLA-യുടെ അടക്കം കാര്യത്തിൽ ഇപ്പോൾ അതിൽ തെറ്റായിപ്പോയി, സുധാകരന്റെ കാര്യത്തിൽ തെറ്റായിപ്പോയി എന്നൊക്കെ അവർ വീണ്ടും വിചാരം പറയുന്നല്ലോ. അണികൾ ഒന്നടങ്കം CPM-നെതിരെ നിൽക്കില്ല. അവരുടെ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ കണ്ടില്ലേ? ഇനിയെങ്കിലും അവരെന്നാ നന്നാവുന്നത്? പഴയ 15-ാം നൂറ്റാണ്ടിലെ ജന്മിമാരുടെ മനോഭാവത്തിൽ നിന്ന് CPM മാറണം, CPI അംഗീകരിക്കണം. ഇന്ന് അവരുടെ വിഴുപ്പ് പാണ്ഡമല്ല ഇന്ന് ചുമന്നുകൊണ്ടിരിക്കുന്ന ഈ CPI. അവർക്ക് സമരം ചെയ്യാം. അവർക്ക് മെനഞ്ഞാത്ത പ്രശ്നത്തിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്യാൻ ഇറങ്ങിയില്ല ഇടതുപക്ഷമായിട്ട് കേരളം മുഴുവൻ. അപ്പോ CPI എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? CPM-നോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ED വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നടങ്കം ഞാനൊക്കെ ഘോരഘോരം മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളവിടെ നിന്ന് BJP 3-മതൊരാൾ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ്. ഞങ്ങളൊക്കെ ഘോരമാണ് നിൽക്കുന്നത്. CPM ഇനിയെങ്കിലും ചിന്തിച്ചുകൊള്ളുക. CPI ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള പാർട്ടിയാണ്. CPI-യെ അവഗണിച്ചാൽ വലിയ വില CPM കൊടുക്കേണ്ടി വരും. ബംഗാളിലെ പോലെ ഉപ്പ് വച്ച കലമാകും, യാതൊരു സംശയം വേണ്ട. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു ആദർശമുള്ള നേതാവ്, ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള നേതാവുണ്ട് ഞങ്ങൾക്ക്. ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ആകുവാൻ പോലും CPM-ന് കുറച്ച് സീറ്റല്ലേ ഉള്ളായിരുന്നു, 27 സീറ്റേ ഉള്ളു. അപ്പോ അതില് ആ സീറ്റുകളിൽ വെച്ച് പ്രതിപക്ഷ നേതാവിന് ഒരുപക്ഷെ ബാലഗോപാലിന്റെ ഒക്കെ പേര് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തിൽ നിന്ന് ഇപ്പം CPI എന്നൊരാൾ പ്രതിപക്ഷ നേതാവായാൽ എന്താ കുഴപ്പം? ഇടതുപക്ഷം എന്നല്ലേ പറയുന്നത്. പാർട്ടിയൊക്കെ പാർട്ടി ഓഫീസിനകത്തേ ഉള്ളൂ. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇടതുപക്ഷ ജനങ്ങൾ ഒറ്റ പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യമുള്ള പാർട്ടിയാണ്. ബാലഗോപാൽ പോലെയല്ല, യോഗ്യതയുള്ള ആളാണ് കെ രാജൻ. ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള, മടിയിൽ കനവില്ലാത്ത, അദ്ദേഹത്തിന് കളിയാക്കുക പോലും ചെയ്തില്ല. അങ്ങനെ മോശക്കാരനായ ഒരു നേതാവല്ലോ. CPM-ന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗമായ നേരത്തെ രാജ്യസഭാ അംഗമൊക്കെ ആയിട്ടുള്ള നല്ല രീതിയിൽ ധനവകുപ്പ് കൈകാര്യം ചെയ്ത നേതാവല്ലേ. രാജൻ മോശമാണെന്നല്ല പറഞ്ഞത്. അതിന്റെ പേരിൽ ബാലഗോപാൽ മോശക്കാരനാണെന്ന് പറയേണ്ട കാര്യമില്ല. ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരു പക്ഷേ അതുപോലെ ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവാകുവാൻ പറ്റുന്ന ഒരു നേതാവിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളാണ് കെ രാജൻ. കൂലിപ്പണിക്കാരൻ രാജൻ ഇന്ന് ഇവിടെ അധിക്ഷേപിച്ചപ്പോൾ കേരളം, ഞങ്ങൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നിരീക്ഷിക്കുന്നവരാണ്. കേരളം ഒന്നടങ്കം ഞങ്ങൾക്ക് മനസ്സിലായി കെ രാജന്റെ കൂടെ ഉണ്ടെന്ന്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് എത്രയോ സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പലരും കളിയാക്കിയപ്പോൾ യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതി മനുഷ്യൻ എത്രത്തോളം മാനസികമായിട്ട് അധപ്പതിച്ചു എന്ന് ആ വിഷയത്തിൽ പോലും മനസ്സിലായി. കൂലിപ്പണിക്കാരൻ എന്ന് പറയുന്നത് അഭിമാനിക്കത്തക്കതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് പുതിയ രാഷ്ട്രീയ തലമുറ മാറി. അവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.